നമ്മുടെ ഇടയിൽ ചില വിഷപ്പാമ്പുകളുണ്ട്. അവറ്റകളെ നോവിച്ചു വിടാൻ പാടില്ല. നോവിച്ചാൽ പിന്നെ കൊന്നുകളയണം. അല്ലെങ്കിൽ തക്കം പാർത്തിരുന്ന് പ്രതികാരം ചെയ്യും. എനിക്ക് മനസ്സിലായില്ല. ഇപ്പോ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഞാൻ പറഞ്ഞതുപോലൊരു വിഷപ്പാമ്പിനെ ഞാനൊന്ന് നോവിച്ചു. അതുകൊണ്ട് നന്നാവുകയാണെങ്കിൽ നന്നാവട്ടെ എന്ന് കരുതി. ഇപ്പോഴാണ് എനിക്ക് തോന്നുന്നത് അതൊരബദ്ധമായെന്ന്. പറഞ്ഞാൽ മനസ്സിലാകുന്ന ഇനമല്ല. വൈരാഗ്യം തോന്നിയാൽ എന്തും ചെയ്യും. അത് ഓർക്കുമ്പോ ഉള്ളിൽ ചെറിയൊരാന്തൽ. കൃഷ്ണേട്ടൻ ഇത് ആരുടെ കാര്യം പറയുന്നേ? തൽക്കാലം മോളിത്തറ അറിഞ്ഞാൽ മതി. ബാക്കി സമയമാകുമ്പോൾ ഞാൻ പറയാം. മോളെ, സൂക്ഷിക്കണം. പുറത്തൊക്കെ പോകുമ്പോൾ പ്രത്യേകിച്ചും. എന്തും ചെയ്യാൻ മടിയില്ലാത്ത പിശാചുക്കൾ പുറത്തുണ്ടെന്ന് ഓർക്കണം. കാണുന്നില്ലല്ലോ. ദേ, സമയം 10 കഴിഞ്ഞു. ഈ വഴിക്ക് തന്നെയല്ലേ ഈ നേരത്തെ അവന്റെ വരവ്? അതെ ചേച്ചി, ഷോപ്പിലേക്കുള്ള വരവാ. ഏതാണ്ട് 10-നും 10:15 ഇടയ്ക്ക്. കുറച്ച് നാളായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നേ. ചെറുതായിട്ട് മതിയോ അതോ കാര്യമായിട്ട് വേണം? ഒന്ന് തട്ടിയിട്ടാ മതി. കുറഞ്ഞത് ഒരു 3 മാസം കിടന്ന കിടപ്പ് കിടക്കണം. ചത്തങ്ങാണം പോയാലോ? അതപ്പോഴല്ലേ. ഇനിയിപ്പൊ അബദ്ധത്തിലെങ്ങാനും പറ്റിയാലും ഒരു ആക്സിഡന്റ്. വണ്ടിയല്ലേ, തട്ടിയെന്ന് മുട്ടിയെന്നൊക്കെ വരും. അത് ശരിയാ. പക്ഷേ തട്ടുന്ന നമ്മുടെ കാറാകുമ്പോഴാ പ്രശ്നം. ആര് കേട്ടാലും സംഗതി മനഃപൂർവ്വം പറയൂ. പറയട്ടെ, കേസ് വരാതെ ഞാൻ നോക്കിക്കോളാം. ദേ, അവൻ വരുന്നുണ്ട്. നീ വണ്ടി എടുക്ക. ചെല്ലണോ? നമ്മളാണെന്നറിയില്ലേ? അറിയണം, അറിയിക്കണം. തന്തയെ പറഞ്ഞു വിട്ട് നീ എന്നെ ഭീഷണിപ്പെടുത്താൻ നോക്കിയല്ലേ? അങ്ങനെയൊന്നും പേടിക്കുന്നവളല്ല കലാവതി എന്ന് ചെന്ന് പറഞ്ഞേരാ അങ്ങരോട്. ഇത് അയാൾക്ക് നിനക്കുള്ളൊരു വാർണിംഗാ. ഇനി എന്റെ പിന്നാലെ വന്നാ ഇതായിരിക്കില്ല എന്റെ മറുപടി. വണ്ടി കേറ്റി ഇറക്കും നിന്റെ നെഞ്ചത്തൂടെ. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.